അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ പലതര മാംസങ്ങൾ കഴിക്കാറുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ചിരുന്ന 8 മാംസങ്ങളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് വിശദീകരിക്കാം. ഇസ്ലാമിൽ പറയപ്പെട്ട നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ആ 8 മാംസങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ചിരുന്ന മാംസമായിരുന്നു ആടിന്റെ മാംസം എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും മേടിക്കുന്ന ഒരു മാംസം തന്നെ, നമ്മൾ എല്ലാവരും കഴിക്കുന്ന ഒരു മാംസം തന്നെയാണ് ആടിന്റെ എന്നുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിൽ ഇത്തിരി പ്രത്യേകമായിട്ട് ഇഷ്ടമുള്ള ഒരു ഭാഗമായിരുന്നു ആടിന്റെ കൈഭാഗം എന്നുള്ളത്. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചിരുന്ന മാംസമായിരുന്നു നമ്മൾ സൗദി അറേബ്യയിലും മരുഭൂമികളിലൊക്കെ കാണാൻ കഴിയുന്ന ഒട്ടകം ഇറച്ചി. ഒട്ടകത്തിന്റെ മാംസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അക്കലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹ്മൽ ഇബ്ലി മത്ബൂഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാചകം ചെയ്ത ഒട്ടകത്തിന്റെ മാംസം ഭക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി ഏറെ ഇഷ്ടപ്പെട്ട ഒരു ജീവിയുമായിരുന്നു ഒട്ടകം എന്നുള്ളത്. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ചിരുന്നത് മുയലിന്റെ മാംസമായിരുന്നു. എന്നാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഒരു നാളിൽ ഒരു കാട്ടിലേക്ക് പോവുകയും അവിടെ നിന്നും ഒരു മുയലിനെ വേട്ടയാടുകയും ചെയ്തു. ആ വേട്ടയാടിയ മുയലിനെ പിടിച്ച് അതിനെ പാചകം ചെയ്ത് നബിത്തങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങി ഭക്ഷിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ഹദീസിലൂടെ കാണാൻ കഴിയും. നാലാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ച മാംസമായിരുന്നു അസ്സമക്ക്, മീനിന്റെ മാംസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസിലൂടെ പഠിക്കാൻ കഴിയും. അഞ്ചാമതായിട്ട് നബി തങ്ങൾ ഭക്ഷിച്ചിരുന്ന ഒരു മാംസമായിരുന്നു ഹുബാറ പക്ഷിയുടെ മാംസം എന്നുള്ളത്. എന്നാൽ അതിനെക്കുറിച്ച് മഹദിയായ സഫീന റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്, അക്കൽതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹ്മ ഹുബാറ. നാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഇരുന്ന് ഹുബാറ എന്ന പക്ഷിയുടെ മാംസം ഞങ്ങൾ ഭക്ഷിച്ചിരുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. ആറാമതായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ചിരുന്നത് കാട്ടുകഴുതയുടെ മാംസമായിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ കഴുതയെ നമ്മൾ ഒരിക്കലും ഭക്ഷിക്കരുത്. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത് നിരോധിച്ച കാര്യമാണ്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഇതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്, അന്നഹു സാദ ഹിമാറൻ വഹ്ശിയ. ഒരു നാളിൽ അദ്ദേഹം കാട്ടിലേക്ക് പോകുകയും അവിടെ നിന്നൊരു കഴുതയെ വേട്ടയാടുകയും അതിനെ പാചകം ചെയ്ത് നബിത്തങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഭക്ഷിക്കുകയും സഹാബാക്കളോട് പറയുകയും ചെയ്തു, ഇത് ഹലാലാണ്, ഇത് നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്നുള്ളത്. ഇത് സഹീഹുൽ മുസ്ലിമിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഏഴാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ച മാംസം ഉണക്ക ഇറച്ചിയായിരുന്നു. അതിനെക്കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണക്ക ഇറച്ചി ഭക്ഷിക്കുമായിരുന്നു എന്ന്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത്, അന ഇബ്നു ഉംറഅത്തിൻ തഅകുലുൽ ഖദീം, ഞാൻ ഉണക്ക ഇറച്ചി ഭക്ഷിച്ചിരുന്ന ഒരു സ്ത്രീയുടെ മകനായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എട്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചിരുന്ന മാംസം എന്നുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് കടകളിൽ നിന്ന് മേടിക്കുന്ന ഒരു മാംസമാണ് കോഴി ഇറച്ചി എന്നുള്ളത്. റസൂലുള്ളാഹി അതും ഭക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസിലൂടെ ഒക്കെ പഠിക്കാൻ കഴിയും. ഈ പറഞ്ഞ പോലെ 8 മാംസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ചിരുന്നു. ഈ 8 എണ്ണവും നമുക്കെല്ലാം ഭക്ഷിക്കാവുന്നതാണ്. അതാണ് ഈ ഹദീസുകളിലും നമുക്ക് പല ചരിത്രത്തിലൂടെയും നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല ഇതുപോലുള്ള ഒരുപാട് അറിവുകൾ അറിയുവാനും അതുപോലെ നമുക്ക് ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.